ആൺകുട്ടികളെതിരെ സെക്ഷൽ അബ്യൂസ് കേസ് ഉണ്ടാവില്ല. ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സ്ത്രീകൾ നേരിടുന്ന സെക്ഷൽ അബ്യൂസിനെ ആൾക്കാർ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പുരുഷന്മാർക്കെതിരെയുള്ള അബ്യൂസ് ആണെങ്കിൽ അവരത് പുറത്ത് പറയുമ്പോൾ ആൾക്കാരത് ഫണ്ണായിട്ടും മറ്റു പലതായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? ആൺകുട്ടികളെതിരെ സെക്ഷൽ അബ്യൂസ് കേസ് ഉണ്ടാവില്ല. ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി ജനിച്ചത് ആൺകുട്ടിയാണെങ്കിൽ ജനിച്ച മുതലേ നമ്മൾ പറയാം, നീ ഒരു ആൺകുട്ടിയാണ്, നീ ഡോമിനൻ്റ് ആണ്, വീക്ക് ആവരുത്, കരയാൻ പാടില്ല, പ്രശ്നമൊക്കെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യണം, നീ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള രീതിയിലായിരിക്കും അവളെ വളർത്തുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു കേസ് നേരിടുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതൊരു സ്ത്രീൻ്റെ ഭാഗത്തു നിന്നാണ്, ഇതവരെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്താ പറയും, നീ ഒരു ആൺകുട്ടിയുടെ നിനക്ക് പറ്റിയില്ലേ, അവരൊരു മാസ്കുലിനിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അത് പോവാം. സെക്കൻഡ് കേസ് ഇനിയിപ്പോൾ ഒരു ആൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് ഇവർക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കും ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് രണ്ടും പേടിച്ച് പറയാതിരിക്കാനുള്ള ചാൻസസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു തമാശയാക്കി കാണുന്ന രീതിയിൽ പല മൂവീസിലും ആൺകുട്ടികളെതിരെയുള്ള സെക്ഷൽ അബ്യൂസ് ഒക്കെ ഒരു കോമഡിയാക്കി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പേടി കാരണം അവരെ ട്രോമാറ്റിക് ഇവൻറ്റിനെ മിനിമൈസ് ചെയ്ത് കാണുമെന്നുള്ള പേടി കാരണം പറയാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെയിൻലി നമുക്ക് എല്ലാവർക്കും മെയിൽസിനോടുള്ളൊരു സ്റ്റീരിയോടിപ്പിക്കൽ വ്യൂ ആണ് ഇതിനുള്ളൊരു മെയിൻ റീസൺ.